ഹലോ ഫ്രണ്ട്സ്, ബീങ് പവിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും വിഷുവിനും ഓണത്തിനും ട്രെൻഡി ആൻഡ് അതേപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള കുർത്തീസാണ് സെർച്ച് ചെയ്യുന്നതല്ലേ. അപ്പോൾ നമുക്ക് ട്രെൻഡിങ്ങിനോടൊപ്പം തന്നെ ആ ട്രഡീഷണലും കൂടി ചേർത്തുകൊണ്ട് എങ്ങനെ നമുക്ക് ഒരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാം എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നുണ്ടാവുക. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് കുർത്തീസാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കുർത്തി എന്ന് പറയുന്നത് ഈ ഒരു ആലിയ കട്ട് സ്റ്റൈലിൽ വരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ. ഇത് ഈ ഒരു ഡിസൈനിലായതുകൊണ്ട് തന്നെ ഒരു സ്റ്റൈലിഷ് ലുക്ക് നൽകും. അതേപോലെ തന്നെ ഈ ഒരു മെറ്റീരിയൽ, ഈ ഒരു ഫാബ്രിക് നമുക്കൊരു ട്രഡീഷണൽ ലുക്ക് നൽകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഓണം, വിഷു പോലുള്ള പരിപാടികൾക്കൊക്കെ നമുക്ക് ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ രണ്ടാമതായിട്ട് വരുന്ന കുർത്തി എന്ന് പറയുന്നത് ഈ ഒരു അനാർക്കലി ഡിസൈനിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തിയാണ്. ഇത് നമുക്ക് ഓണത്തിനും വിഷുവിനും അതേപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള പരിപാടികൾക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. ഈ കുർത്തീൻ്റെ മുൻവശത്ത് വരുന്ന പ്ലീറ്റ്സ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു വലിയൊരു ഭംഗി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന ഒരു കസവ് ബോർഡർ നമുക്ക് നമ്മുടെ ട്രഡീഷണൽ ലുക്ക് നിലനിർത്താൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ലുക്ക് നൽകുന്ന ഒരു കുർത്തിയാണ് കേട്ടോ ഈ ഒരു അനാർക്കലി ടച്ച് വരുന്ന കുർത്തി എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ കുർത്തി എന്ന് പറയുന്നത് ഒരു ഹൈലോ ഡിസൈനിൽ വരുന്ന വെരി സിമ്പിളായിട്ടുള്ളൊരു കുർത്തിയാണ് കേട്ടോ. ഇത് ഭയങ്കര സിമ്പിളാണ്, അതേപോലെ തന്നെ ഇത് ഭയങ്കര സ്റ്റൈലിഷാണ്, അതേപോലെ തന്നെ ഇത് ഭയങ്കര ട്രഡീഷണൽ ലുക്ക് നൽകുന്ന ഒരു കുർത്തിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ വരുന്ന ആ കസവ് ബോർഡർ നമുക്കൊരു ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ലുക്കും അതേപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു ട്രഡീഷണൽ ലുക്കും നൽകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഓണം, വിഷു പോലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള പരിപാടികൾക്ക് ഈ ഒരു കുർത്ത ചൂസ് ചെയ്യാവുന്നതാണ്. ഭയങ്കരമായിട്ടുള്ള സിമ്പിൾ ലുക്ക് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ സിമ്പിളായിട്ട് എപ്പോഴും ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കുർത്ത ചൂസ് ചെയ്യാം കേട്ടോ. അപ്പം മൂന്നാമതായിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കുർത്തി എന്ന് പറയുന്നത് ഈ ഒരു ബ്ലൂ കളറിൽ വരുന്ന ഒരു അനാർക്കലി മോഡൽ കുർത്തിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കുർത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ അമ്മമാരുടെ പഴയ സാരിയൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ടൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു കുർത്തിയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് അനാർക്കലി സ്റ്റൈലിൽ വരുന്ന ഒരു കുർത്തിയാണിത്. ഇത് ഭയങ്കരമായിട്ട് നമുക്കൊരു ട്രഡീഷണൽ ലുക്കും നൽകുന്നുണ്ട് കേട്ടോ. ഈ കുർത്തി എന്ന് പറയുന്നത് നമ്മുടെ അരക്കെട്ടിന് താഴേക്കായിട്ട് ലോങ് ആയിട്ട് കുറേ പ്ലീറ്റ്സ് വരുന്നതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഭംഗിയുള്ള ഒരു കുർത്തിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ചൂസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ബ്ലൂ കളറിലുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് കളറിലുള്ള സാരിയാണോ ഇതേപോലെ ഉള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാൻ പറ്റുന്ന ഈ ഒരു അനാർക്കലി കുർത്തിയാണ് കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതേപോലെ ഒരു കഫ്താൻ കുർത്തിയാണ് കേട്ടോ. കഫ്താൻ കുർത്തി ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര സ്റ്റൈലിഷും അതോടൊപ്പം തന്നെ ഇങ്ങനത്തെ ഒരു ഫാബ്രിക്കിൽ നമ്മൾ ഈ കഫ്താൻ കുർത്തി സ്റ്റിച്ച് ചെയ്യിപ്പിക്കുകയെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ട്രഡീഷണൽ ലുക്കും നമുക്ക് നൽകും കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള പരിപാടികൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു കോസ്റ്റ്യൂമാണ് കഫ്താൻ കുർത്തി എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കോസ്റ്റ്യൂം എന്ന് പറയുന്നത് ഇതേപോലെ വരുന്ന ഒരു ക്രോപ്പ് ടോപ്പും അതിനോടൊപ്പം ഒരു പലോസോ പാൻറ്റുമാണ് കേട്ടോ. പലോസോ പാൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്കേർട്ടിൻ്റെ പോലെയുള്ള അത്രയും വീതിയിൽ കിടക്കുന്ന ഒരു ടൈപ്പ് പാൻറ്റാണ് നമുക്ക് ഇതിൻ്റെ ഒപ്പം ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നത്. ഇത് നമ്മൾ ആ ഒരു ഫാബ്രിക്കിൽ നമ്മുടെ കേരള സാരീൻ്റെ ഒരു ഫാബ്രിക്കിൽ അല്ലെങ്കിൽ ടിഷ്യൂ മെറ്റീരിയലൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ടുള്ളൊരു ട്രഡീഷണൽ ലുക്ക് നൽകും. അതോടൊപ്പം തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു സ്റ്റൈലിഷ് ലുക്ക് നിങ്ങൾക്ക് നൽകും കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ചൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കോസ്റ്റ്യൂമാണ് ഈ ഒരു കോസ്റ്റ്യൂം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ചൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കോസ്റ്റ്യൂം എന്ന് പറയുന്നത് ഇതേപോലെ ഒരു ഷോർട്ട് ടോപ്പും അതിനോടൊപ്പം ഒരു പലോസോ പാൻറ്റും. ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ലുക്കാണ്. നിങ്ങൾ അത്രയും സിമ്പിൾ ആഗ്രഹിക്കുന്ന ഒരാളാണ്, എന്നാൽ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടും നമുക്ക് വിയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ലുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ ഒരു ഫാബ്രിക്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യിക്കുകയെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുകളിലെ ടോപ്പ് നമ്മൾ ഒരു അജരക്ക് ടൈപ്പ് പോലെയുള്ള മെറ്റീരിയൽസിലൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യിപ്പിക്കുകയെന്നുണ്ടെങ്കിലും നല്ല ഭംഗി ഉണ്ടാവും ഈ ഒരു കോസ്റ്റ്യൂം കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു കോസ്റ്റ്യൂമായിട്ട് നമുക്ക് അടുത്തതായിട്ട് ട്രഡീഷണൽ ആയിട്ടും അതേപോലെ തന്നെ സ്റ്റൈലിഷ് ആയിട്ടും ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കോസ്റ്റ്യൂം എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന കുർത്തി എന്ന് പറയുന്നത് ഇതേപോലെ വരുന്ന ഒരു അനാർക്കലി കുർത്തിയാണ് കേട്ടോ. ഇതിൻ്റെ കൈയിൻ്റെ എൻഡിലായിട്ടും അതേപോലെ തന്നെ സെൻറ്റർ ഭാഗത്തായിട്ടും ഇതേപോലെ അജ്രക് ടൈപ്പിലുള്ള ഫാബ്രിക് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതും നമുക്കൊരു ട്രഡീഷണലും അതേപോലെ തന്നെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ലുക്ക് തരാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു ചോയ്സ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ സിമ്പിളായിട്ടുള്ളൊരു ലുക്കാണ് അല്ലെങ്കിൽ
സിമ്പിൾ ആൻഡ് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ലുക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മുടെ നോർമലായിട്ടുള്ള ചുരിദാറിൻ്റെ കൂടെ നമുക്ക് ഒരു ഡാർക്ക് കളറുള്ള ഷാൾ ഇട്ടിട്ട് പെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതും ഒരു സിമ്പിൾ ആൻഡ് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത കോസ്റ്റ്യൂം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ അടുത്ത കോസ്റ്റ്യൂം എന്ന് പറയുന്നത് ഇതേപോലെ മോണോക്രോം ടൈപ്പിൽ വരുന്ന ചുരിദാറിൻ്റെ കൂടെ നമുക്ക് ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ദുപ്പട്ട പെയർ ചെയ്തിട്ട് നമുക്കൊരു കോസ്റ്റ്യൂം ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് പല കളേഴ്സിൽ ഒരു മോണോക്രോം ലുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് മോണോക്രോം ലുക്കിൽ വരുന്ന ചുരിദാർ വെയർ ചെയ്തിട്ട് അതിൻ്റെ കൂടെ നമുക്ക് അതിനോട് ചേർന്ന് പോകുന്ന കളേഴ്സിലുള്ള ദുപ്പട്ടാസ് വെയർ ചെയ്തിട്ട് ഒരു കോസ്റ്റ്യൂം ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇത് സിമ്പിൾ ആൻഡ് സ്റ്റൈലിഷ് ആയിട്ടുള്ള ലുക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോസ്റ്റ്യൂം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സ്റ്റൈലിഷ് ആൻഡ് ട്രഡീഷണൽ ആയിട്ടുള്ള ലുക്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് വീണ്ടും വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.